എങ്ങനെ എന്തൊക്കെ പറയാ. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഇവിടെ ഒരു രാത്രി സമയമാണ്. അപ്പോൾ അതാരണം കൊണ്ട് ലൈറ്റൊക്കെ കുറവായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീട്ടിൽ എല്ലാ സ്ഥലവും നോക്കി എവിടെയാണ് ഇച്ചിരിയെങ്കിലും ലൈറ്റ് ഉണ്ടാവുക അങ്ങനെ നോക്കിയിട്ട് കിട്ടിയ സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ സ്വസ്ഥമായി സമാധാനമായിട്ട് ഐശാനെയൊക്കെ താഴ്ത്തിയിരുത്തിയിട്ട് ഞാനിവിടെ മേളിൽ വന്നിരുന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്താണ്, എല്ലാവരും ഇവിടെ നിങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ അവിടെയൊക്കെ മഴയുണ്ടോ എന്ന് വിചാരിക്കുക. മഴയുണ്ടോ, തണുപ്പാണോ, എങ്ങനെയാണെന്നൊക്കെ പറയട്ടെ. ഞങ്ങളുടെ ഇവിടെ നല്ല മഴയാണ്, ഒരു തോർച്ചയിലാണ്ട് കട്ട മഴയായിട്ടിരിക്കുകയാണ്. പിന്നെന്താണ്, അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ റോസ്മേരി എസെൻഷ്യൽ ഓയിലിൻ്റെ റിവ്യൂ പറയുന്നതാണ്. അപ്പോൾ ഞാൻ അരവി ഓർഗാനിക് റോസ്മേരി ഹെയർ ഗ്രോത്ത് എസെൻഷ്യൽ ഓയിൽ 100% പ്യുവർ ആൻഡ് നാച്ചുറൽ എന്ന് പറയണ ഈ ഒരു ബോട്ടിൽ. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. 299 റുപ്പീസിനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓഫറിലാണ് എനിക്ക് 299 റുപ്പീസിന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാനിന്ന് വന്നേക്കണത്. നീ തീർന്നടാ, നീ തീർന്നു, ഇത്ര അഹങ്കാരം പാടില്ലടാ. അപ്പോൾ ഇത് യൂസ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് പറയണം. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായോ ഇല്ലയോ, എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്തതെന്നും ഒക്കെ. യൂസ് ചെയ്ത ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻസിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയണത്. ഇതുപോലെ തന്നെ എല്ലാവർക്കും ഇതുപോലത്തെ റിസൾട്ട് ഉണ്ടായില്ല, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിയില്ല, സൈഡ് എഫക്ട്സ് ഉണ്ടായില്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇത് എൻ്റെ മാത്രം കാര്യമാണ്. കാരണം ഇപ്പോൾ എസെൻഷ്യൽ ഓയിൽ റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല ഭയങ്കര ഹൈപ്പായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. യൂട്യൂബിൽ വ്ളോഗിലാണെങ്കിലും ഷോർട്സിലാണെങ്കിലും റീൽസിലാണെങ്കിലും ഒക്കെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേജിൽ മൊത്തം റോസ്മേരി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ പോയി ഇത് മേടിക്കണത്. ഭയങ്കര ഹൈപ്പ് കിട്ടി, നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ പോയി മേടിക്കണതും ഒക്കെ. എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോഴും പിന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തപ്പോഴത്തേനും നല്ലോണം ഹെയർ ഫാൾ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി റിവ്യൂ നോക്കി ഇപ്പോഴത്തേനും ഈ ഒരു സംഭവത്തിൻ്റെ പേരാണ് ആദ്യം കണ്ടത്. അങ്ങനെ പോയി മേടിച്ചതാണ്. അങ്ങനെ പോയി മേടിച്ചപ്പോഴത്തേനും എനിക്ക് ഇതിൽ നിന്നൊരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. ഒരു റിസൾട്ടും എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടില്ല. വെറുതെ ഞാൻ കൊണ്ടുപോയി ഈ പൈസ കൊണ്ടുപോയി കൊടുത്തു, അല്ലെങ്കിൽ കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്ന ആളാണ്. എനിക്കിതുവരെയും ഇതിൽ നിന്ന് ഒരു റിസൾട്ടും കണ്ടിട്ടില്ല. സൈഡ് എഫക്ട്സ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് ഒരു റിസൾട്ടും ഒരു തരത്തിലും ഒരു ഗുണവും ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ റോസ്മേരി മേടിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കേണ്ട. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ഹെൽപ്ഫുള്ളും ആവില്ല, ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ അത്രയും അധികം വിശ്വസിച്ചും ഇഷ്ടപ്പെട്ടും ഓരോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേജിലും നമ്മൾ വിചാരിക്കും ഇവർ ജെനുവിനായിട്ടാണ് റിവ്യൂ പറയണേന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്ട്സും പോയി മേടിക്കുന്നത്. അല്ലെങ്കിൽ ഇത് അവരുടെയൊക്കെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം കുറയും എന്ന്. അങ്ങനെ വിചാരിച്ച ഞാനും ഓടിപ്പോയി മേടിച്ചിട്ട് എനിക്ക് പറ്റിയൊരു മണ്ടത്തരമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ നിൽക്കണവരെന്തായാലും പോയി മേടിക്കാണ്ടിരിക്കുക. എന്തായാലും അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ആ ഒരു കാര്യമാണ്. നിങ്ങൾ റോസ്മേരി മേടിച്ച് ഉപയോഗിക്കാൻ നിൽക്കണവർ ദയവായി പോയി മേടിക്കല്ലേ. നമുക്ക് എത്ര ഹെയർ ഫാൾ ഉണ്ടായിരുന്നോ അത് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്കതിൽ നിന്ന് ഒരു മാറ്റവും ഒരു കുറവോ ഒന്നും ഉണ്ടായിട്ടില്ല. സെയിം ആ ഒരു കൺസിസ്റ്റൻസി തന്നെ എൻ്റെ മുടി ഇങ്ങനെ ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിൽ ഒരിതില്ല. പിന്നെ ഞാനിത് ഉപയോഗിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ഡ്രോപ്സ് നമ്മുടെ സ്കാൽപ്പിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കിടക്കണതിന് മുന്നേ. എന്നിട്ട് അത് അബ്സോർബ് ചെയ്യണ സമയത്ത് അബ്സോർബ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നല്ലോണം നമ്മുടെ സ്കാൽപ്പ് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയായിരുന്നു ഞാൻ യൂസ് ചെയ്തത്.
പക്ഷേ എങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടും ഞാൻ സമയം മാറ്റി കൊടുത്തു. ആദ്യത്തെ ഒരാഴ്ചയിൽ ഞാൻ രാത്രി ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ രാത്രി ചെയ്തിട്ടാണ് റിസൾട്ട് വരാത്തേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ചെയ്തു, പിന്നെ ഉച്ചയ്ക്ക് ചെയ്തു. അങ്ങനെ ഓരോ ആഴ്ചയിൽ ഓരോ സമയത്ത് ചെയ്ത് നോക്കി. പക്ഷേ ഒരു സമയത്ത് ചെയ്തിട്ടും എനിക്ക് ഒരു കാര്യവും ഉണ്ടായില്ല. കുഴപ്പമില്ല, പോട്ടെ. അങ്ങനെ ഒരു സമയത്ത് ചെയ്തിട്ടും എനിക്ക് വലിയ മാറ്റം ഒന്നും കണ്ടില്ല ഈ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്തതുകൊണ്ട്. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനെങ്കിൽ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കയ്യിൽ നമുക്ക് വേദന ഇല്ലാത്തൊരു കയ്യിൽ നമ്മൾ ഓയിൽമെൻറ്റ് മൂവ് അതുപോലത്തെ ഓരോ വോളിഞ്ഞ് അങ്ങനത്തെ ഓരോ ഓയിൽമെൻറ്റ് ഇല്ലേ, വേദന ഇല്ലാത്തൊരു കയ്യിൽ തേക്കുമ്പോൾ നമുക്കൊരു പുകച്ചിലെടുക്കൂലേ. സെയിം അവസ്ഥയായിരുന്നു. ഞാൻ സ്കാൽപ്പിൽ ഇത് മേടിച്ച അന്ന് ആദ്യത്തെ ദിവസം ഞാൻ ഇതിടുമ്പോൾ എൻ്റെ ഭയങ്കര പുകച്ചിലും, സ്കാൽപ്പ് മൊത്തം പുകച്ചിൽ. എന്താണ് എന്നറിയില്ല. ഇതിട്ട് കഴിഞ്ഞിട്ട് നല്ല കുറേ നേരത്തേക്ക് ഒരു പുകച്ചിലായിരുന്നു കേട്ടോ, ഇത് അപ്ലൈ ചെയ്ത സ്ഥലത്ത് മൊത്തം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ നോർമലായിട്ട് പോയി. പിന്നെ ഇത് രണ്ടാമത്തെ ദിവസം യൂസ് ചെയ്യുമ്പോൾ പിന്നെയും ഇതുപോലെയുള്ള നല്ല പുകച്ചിൽ. ഇത് നോർമലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ഭയങ്കരമായിട്ട് തല നല്ലോണം ഭയങ്കരമായിട്ട് പുകയും. എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഇത് എപ്പോഴൊക്കെ അപ്ലൈ ചെയ്യണോ അപ്പോഴൊക്കെ എൻ്റെ തല ഭയങ്കരമായിട്ട് പുകയും. അതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് വലിയൊരു റിസൾട്ടോ കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് തന്നെ കണ്ടിട്ടാണ് ഞാനും ഇത് പോയി മേടിച്ചത്. പക്ഷേ എനിക്ക് ഒരു തരത്തിലും ഇത് നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഉപകാരമില്ലാത്തൊരു പ്രൊഡക്റ്റാണ് ഇത് മേടിച്ചാലും പൈസ കളയേണ്ടതില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് മേടിക്കാൻ ആഗ്രഹം മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഒരു 299 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ, ഇതിന് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക്. അതല്ല ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള റിസൾട്ട് കിട്ടുമോ എന്നുള്ളവർക്ക് എന്തായാലും ഷുവർലി ഉറപ്പായിട്ടും ഞാൻ പറയാണ് നോ തന്നെയായിരിക്കും അതിനുള്ള ആൻസർ. കാരണം അത്ര ജെന്യൂനായിട്ടായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങൾ. ഇതാണ് എൻ്റെ റിവ്യൂ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.